നമസ്കാരം. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 9 സ്ഥാപനങ്ങളിലെ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അത് തിരുവനന്തപുരം ടെക്നോ പാർക്ക് മുതൽ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വരെയുള്ള അവസരങ്ങൾ, അതല്ലെങ്കിൽ അലയൻസ് മുതൽ ഈസാഫ് ബാങ്ക് വരെയുള്ള അവസരങ്ങൾ, ചില വിദേശ അവസരങ്ങളും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് മിനിമം 10ാം ക്ലാസ് അല്ലെങ്കിൽ ITI ഡിപ്ലോമക്കാർ മുതൽ ഡിഗ്രിക്കാർക്കും PGക്കാർക്കും അക്കൗണ്ട്സ് മേഖലയിലുള്ള അവസരങ്ങൾ വരെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുമെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ jobspeech.com നമ്മുടെ ജോബ് സൈറ്റ് ആണ്. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ആദ്യത്തെ അവസരം സുപ്ര പസഫിക് ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ്. ഇത് BSE ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു NBFC ആണ്. ഈ NBFCയിൽ ഏതാണ്ട് 300-ലധികം ഒഴിവുകളിലേക്ക് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട് റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ബ്രാഞ്ച് ഓപ്പറേഷൻസ്, മൈക്രോ ഫിനാൻസ്, 2 വീലർ ലോൺസ്, HR, ഓപ്പറേഷൻസ്, IT, അക്കൗണ്ട്സ്, ലീഗല്, ഓഡിറ്റ്, ക്രെഡിറ്റ്, ഇങ്ങനെ 10 വിവിധ ഡിപ്പാർട്ട്മെന്റിലാണ് ഈ 300-ലധികം ആളുകളെ ഹയർ ചെയ്യുന്നത്. അപ്പോൾ വിവിധ ക്വാളിഫിക്കേഷനുള്ള, വിവിധ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ, ഇതിനെ അപ്ലൈ ചെയ്യുന്നതിനൊക്കെ ആയിട്ട് jobspeech.com എന്ന നമ്മുടെ സൈറ്റിൽ പോയിട്ട് സുപ്ര പസഫിക് എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരം കണ്ടെത്താം. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇനി നമുക്ക് അടുത്ത അവസരം ഒന്ന് പരിശോധിക്കാം. ഇത് തിരുവനന്തപുരം ടെക്നോ പാർക്കിലുള്ള അലയൻസിൽ ലഭ്യമായിരിക്കുന്ന ഒരു അവസരമാണ്. അലയൻസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. നമ്മുടെ തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ തന്നെ ആയിരക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു വലിയ കമ്പനിയാണ് അലയൻസ് എന്നുള്ളത്. ഈ അലയൻസിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് 16-ാം തീയതി സാറ്റർഡേ നടക്കുന്നുണ്ട്. കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് എന്ന തസ്തികയിലേക്കായിരിക്കും ഈ ഒരു അവസരം ഉള്ളത്. അപ്പോൾ ഫ്രഷേഴ്സ് മുതൽ 5 ഇയേഴ്സ് വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഒന്നും സൂചിപ്പിക്കുന്നില്ല. ഒരു +2കാർക്കോ അല്ലെങ്കിൽ ഡിഗ്രിക്കാർക്കോ ഒക്കെ അപ്ലൈ ചെയ്യാം. ഏത് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാം. എന്നാൽ നല്ല ലാംഗ്വേജ് കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ഇതൊരു ഇന്റർനാഷണൽ വോയിസ് പ്രോസസ് ആയിരിക്കും. അപ്പോൾ നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള, റൊട്ടേഷണൽ ഷിഫ്റ്റിൽ, നൈറ്റ് ഷിഫ്റ്റ് ഉൾപ്പെടെ വർക്ക് ചെയ്യാൻ തയ്യാറാവുന്നവർ അപ്ലൈ ചെയ്താൽ മതിയാകും. അപ്പം മികച്ച സാലറി ഒക്കെ പ്രതീക്ഷിക്കാം. ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നതിനൊക്കെയുള്ള ഒരു അവസരമാണ്. ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ പ്രിഫേർഡ് ഇന്റർവ്യൂ ടൈം സ്ലോട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം. അപ്പോൾ ആ സമയത്തായിരിക്കും നിങ്ങളുടെ ഇന്റർവ്യൂ പ്രോസസ്സും കാര്യങ്ങളും ഒക്കെ നടക്കുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ കണ്ടിരിക്കണം. ആ സ്മാർട്ട് ഫോണിലൂടെ ഒരു ഓൺലൈൻ അസസ്മെന്റ് ടെസ്റ്റ് ഒക്കെ കാണും. അപ്പോൾ അതിലൂടെയൊക്കെ പങ്കെടുത്തുകൊണ്ടാണ് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയുക. ഓർക്കുക, ഈ അലയൻസിന്റെ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ അറ്റൻഡ് ചെയ്തവരെ അപേക്ഷിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അല്ലാത്തവർക്ക് ഇതിന് അപ്ലൈ ചെയ്ത് ടൈം സ്ലോട്ട് സെലക്ട് ചെയ്ത് ഈ റിക്രൂട്ട്മെന്റിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പം അലയൻസിൽ കസ്റ്റമർ സർവീസ് അസോസിയേറ്റ് ആകാനായിട്ടുള്ള ഒരു നല്ല അവസരമാണ്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി അടുത്ത അവസരം നമുക്കൊന്ന് പരിശോധിക്കാം. ഈ അവസരം ലഭ്യമായിരിക്കുന്ന നിപ്പോൺ ഗ്രൂപ്പ് ഓഫ് കൺസേൺസിലാണ്. നിപ്പോൺ എന്ന് പറഞ്ഞാൽ ഈ ടയോട്ടയുടെയും ടാറ്റയുടെയും ഒക്കെ ഇന്ത്യയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള ഒരു ഡീലർഷിപ്പ് കമ്പനിയാണ്. വളരെ പ്രമുഖമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ നിപ്പോണ്ടേത്. അപ്പോൾ ഈ നിപ്പോണ് ഒരു ഹയറിങ് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്, അക്കൗണ്ട്സ് മേഖലയിലേക്ക് ഒരു ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. ഇവർക്ക് ഒത്തിരി പ്രവർത്തനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു മികച്ച അവസരമായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർ 16-ാം തീയതി ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 16-ാം തീയതി ഈ നിപ്പോണിന്റെ കളമശ്ശേരിയിലുള്ള ഒരു വലിയ ഓഫീസുണ്ട്, അങ്ങോട്ടേക്ക് 9 മണിക്കും 3 മണിക്കും ഇടയ്ക്കായിട്ട് വാക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വാക്ക് ഇൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതുമാണ്, നിങ്ങളുടെ റെസ്യൂമെ ഫോർവേഡ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്സ് ആയിട്ട് തന്നെ മറ്റ് അവസരങ്ങൾ കൂടിയുണ്ട്. അടുത്ത അവസരം ലഭ്യമായിരിക്കുന്നത് കേരള സ്റ്റാർട്ടപ്പ് മിഷനിലാണ്. നമുക്കറിയാം, കേരളത്തിലെ സ്റ്റാർട്ടപ്പ് പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് കേരള ഗവൺമെന്റിന്റെ ഒക്കെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളതാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. അപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക് 3 തസ്തികകളിലേക്ക് ഇപ്പോൾ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് ആണ്, മറ്റൊന്ന് ജൂനിയർ എഞ്ചിനീയർ നെറ്റ്വർക്കിംഗ് ആണ്, മൂന്നാമത്തേത് ടെക്നോളജി ഫെലോഷിപ്പ് ആണ്. ഈ ടെക്നോളജി ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഈ വുമൺ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളാണ്. അത് ലേഡീസിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ്. മറ്റൊരു അവസരം ജൂനിയർ എഞ്ചിനീയർ നെറ്റ്വർക്കിംഗ് എന്നുള്ളതാണ്. അതായത് നെറ്റ്വർക്കിംഗ് അറിയാവുന്ന
പ്രത്യേകിച്ച് ഈ ഡിപ്ലോമയോ എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ BSc കമ്പ്യൂട്ടർ പോലെയുള്ള കോഴ്സുകളൊക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന, നെറ്റ്വർക്കിംഗ് അറിയാവുന്നവർക്ക് അപേക്ഷിക്കാവുന്ന അവസരമാണ് ജൂനിയർ എഞ്ചിനീയർ എന്നുള്ളത്. അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ്, അക്കൗണ്ട്സ് മേഖലയിലെ അവസരങ്ങളാണ്. 3 തസ്തികകൾക്കും ഏകദേശം 25,000 രൂപയായിരിക്കും കൺസോളിഡേറ്റഡ് ആയിട്ട് പ്രതിമാസ ശമ്പളം ലഭ്യമാവുക. മാർച്ച് 20 വരെ അപ്ലൈ ചെയ്യാം. കേരളത്തിൽ എവിടെയായാലും വർക്ക് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് പരിശോധിക്കുക. അടുത്ത അവസരം ISDF കൊമേഴ്ഷ്യൽ വെഹിക്കിൾ കൺട്രോൾ സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിലാണ്. ഇത് വളരെ പ്രമുഖമായിട്ടുള്ള ഈ ഓട്ടോമൊബൈൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അത് നാം അറിയുന്ന പോലെ ഈ ബോഷ് കമ്പനിയൊക്കെ ഓൺ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഈ ISDF കൊമേഴ്ഷ്യൽ വെഹിക്കിൾ കൺട്രോൾ സിസ്റ്റം എന്നുള്ളത്. അവരുടെ ഇന്ത്യൻ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഡിപ്ലോമ ട്രെയിനി എന്ന അവസ്ഥയിലേക്ക് ഒരു ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഡിപ്ലോമക്കാർക്ക് അത് 2023 അല്ലെങ്കിൽ 22 21 2020 ഒക്കെ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന അവസരങ്ങളാണ്. പ്രത്യേകിച്ച് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ, ഓട്ടോമൊബൈൽ ബ്രാഞ്ചുകാർക്കായിരിക്കും കൂടുതൽ അവസരങ്ങൾ ലഭ്യമാവുക. ഈ ഒരു അവസരം, ഇതിന്റെ സാലറി കാര്യങ്ങളൊന്നും സൂചിപ്പിച്ചിട്ടില്ല. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഡിപ്ലോമക്കാർ, പാസ് ഔട്ട് ആയിട്ടുള്ള ഡിപ്ലോമക്കാരുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് പരിശോധിച്ച് അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ പോയിട്ട് ISDF എന്ന് സെർച്ച് ചെയ്തും ഈ അവസരങ്ങൾ കണ്ടെത്താവുന്നതാണ്. അടുത്ത അവസരം PK സ്റ്റീൽ എന്ന് പറഞ്ഞ കമ്പനിയിലാണ്. നാം ഒരുപക്ഷെ കേട്ടിട്ടുള്ള ഒരു സ്റ്റീൽ കമ്പനിയാണ് PK സ്റ്റീൽ എന്നുള്ളത്. അപ്പോൾ ഇവര് കോഴിക്കോട്ടേക്ക് ഇവർ ഹയറിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്രന്റീസ് ട്രെയിനി എന്ന തസ്തികയിലേക്കാണ് ഹയർ ചെയ്യുന്നത്. ഇതും ITIക്കാർക്കുള്ള അവസരങ്ങളാണ്. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, പ്ലംബർ ഈ ട്രേഡിലുള്ളവർക്ക് അപേക്ഷിക്കാം. ഫ്രഷേഴ്സിന് ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. മാർച്ച് 20 മുമ്പായിട്ട് അപേക്ഷിക്കാം. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി നമുക്ക് വിദേശത്തേക്ക് ലഭ്യമായിരിക്കുന്ന 2-3 റിക്രൂട്ട്മെന്റ്സിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. റിക്രൂട്ട്മെന്റുകളൊക്കെ നടത്തുന്നത് കേരള ഗവൺമെന്റ് കീഴിലുള്ള ODEPEC ആണ്. അതുകൊണ്ട് തന്നെ വലിയ ചെലവൊന്നും ഇല്ലാതെ വിശ്വാസയോഗ്യമായിട്ട് വിദേശത്തേക്ക് നിങ്ങൾക്ക് പറക്കുവാൻ പറ്റുന്ന അവസരമാണ്. ഇപ്പൊ UAEയിലേക്ക്, ദുബായും അബുദാബിയും ഒക്കെ അടങ്ങുന്ന UAEയിലേക്ക് സെക്യൂരിറ്റി ഗാർഡുമാരുടെ ഒരു റിക്രൂട്ട്മെന്റ് ആണ് ആദ്യമുള്ളത്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഈ ODEPECന്റെ സൈറ്റിൽ കാണാനായിട്ട് കഴിയും. മാർച്ച് 15 മുമ്പായിട്ട് അപേക്ഷിക്കണം. ഇപ്പൊ ഇവിടെ കാണാൻ സാധിക്കും മിനിമം SLC ആൻഡ് എബവ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. സെക്യൂരിറ്റി ഗാർഡുമാരായിട്ടായിരിക്കും. മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും ഇവ അപേക്ഷിക്കാൻ കഴിയുക. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള അവസരം ഞാൻ പിന്നാലെ സൂചിപ്പിക്കാം. ODEPEC മെയിൽ കാൻഡിഡേറ്റ്സിനെ സെക്യൂരിറ്റി ഗാർഡായിട്ട് UAEയിലേക്ക് നിയമിക്കുന്നുണ്ട്. 25 വയസ്സിനും 40 വയസ്സിനും ഇടയിലായിരിക്കണം പ്രായം. മിനിമം 5 അടി 7 ഇഞ്ച് എങ്കിലും ഉയരം കാണണം. അതേപോലെ തന്നെ ഒരു ശാരീരിക ക്ഷമത, പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അസുഖങ്ങളോ മേജർ സിക്നസ്സോ ഒന്നും കാണില്ല. നല്ല കേൾവി ശക്തിയും കാഴ്ചശക്തിയും ഒക്കെ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ടും എഴുതാനും വായിക്കാനും ഒക്കെ കഴിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അറിവുണ്ടായിരിക്കണം. അതേപോലെ സെക്യൂരിറ്റി കൺസെപ്റ്റുകൾ, പ്രാക്ടീസ് ആൻഡ് പ്രൊസീജിയേഴ്സിലൊക്കെ അറിവുണ്ടായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ മിനിമം 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒരു സെക്യൂരിറ്റി ആയിട്ട് ആർമിയിലോ പോലീസിലോ അല്ലെ സെക്യൂരിറ്റി സർവീസിലോ വല്ലതും 2 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. പക്ഷേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. മിനിമം ക്വാളിഫിക്കേഷൻ SSLC ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ശമ്പളം സൂചിപ്പിച്ചു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ബേസിക് സാലറി 1200 UAE ദിറമാണ്. പിന്നെ ഹൗസിങ്ങിന് ഷെയർഡ് അക്കോമഡേഷൻ കിട്ടും. അതുപോലെ കമ്പനി ട്രാൻസ്പോർട്ട് കിട്ടും. 720 ദിറം സെക്യൂരിറ്റി അലവൻസ് കിട്ടും. പിന്നെ ഓവർ ടൈം അലവൻസ് 342. ഇതിൻ്റെ ഒരു ഗ്രോസ് സാലറി വരുന്നത് 2262 UAE ദിറമാണ്. അത് ഏകദേശം ഒരു 55,000 രൂപയൊക്കെ ആയിരിക്കും. 50,000-ത്തിനടുത്തായിരിക്കും ഇതിൻ്റെ ഒരു ശമ്പളം, പ്രതിമാസ ശമ്പളം വരുന്നത്. ഓർക്കുക 15 മാർച്ചിനകം അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഈ ODEPEC തന്നെ അനൗൺസ് ചെയ്തിരിക്കുന്ന മറ്റ് ചില റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് കൂടി ഒന്ന് പരിശോധിക്കാം. ODEPECന്റെ സൈറ്റിൽ തന്നെ ലഭ്യമായിരിക്കുന്ന മറ്റൊരു അവസരമാണ് ഫ്രീ റിക്രൂട്ട്മെന്റ്. പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന മെയിൽ കാൻഡിഡേറ്റ്സ് തന്നെയുള്ള മറ്റൊരു റിക്രൂട്ട്മെന്റ് ആണ് UAEയിലേക്കുള്ളത്. ഫീമെയിൽ കാൻഡിഡേറ്സിന്റെ റിക്രൂട്ട്മെന്റ് ഞാൻ അടുത്തായിട്ട് സൂചിപ്പിക്കാം. UAEയിലേക്ക് 13 മാർച്ചിനുള്ളിൽ അപേക്ഷിക്കേണ്ട അവസരങ്ങളാണ്. ഇവിടെ 2500 ദിറം വരെ ശമ്പളമുണ്ട്. അതായത് ഏകദേശം ഒരു 55,000-ന് മേളിൽ വരെ ശമ്പളം ലഭ്യമാകും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം. ITIക്കാർക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ടെക്നീഷ്യൻ AC 8 പേരെ നിയമിക്കുന്നുണ്ട്. MEP ടെക്നീഷ്യനായിട്ട് 4 പേരെയും, ഇലക്ട്രിക്കൽ ടെക്നീഷ്യനായിട്ട് 4 പേരെയും, പ്ലംബറായിട്ട് 3 പേരെയും, ഓപ്പറേറ്റർ BMS ടെക്നീഷ്യൻ MEP ഒരാളെയും നിയമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ശമ്പളം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മാക്സിമം ശമ്പളം
500 ദിറമാണ്. 55,000 60,000 അടുത്ത് ശമ്പളം കിട്ടും. അത് ഓപ്പറേറ്റർ BMS അല്ലെങ്കിൽ ടെക്നീഷ്യൻ MEP എന്ന തസ്തികയിലേക്കായിരിക്കും. അപ്പോൾ അതിന് ഞാൻ സൂചിപ്പിച്ച പോലെ 13-ാം തീയതി മാർച്ചിനുള്ളിൽ അപേക്ഷിക്കുക. അതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഈ ഒഡെപെക്കിൻ്റെ സൈറ്റിൽ വന്നിട്ട് അപേക്ഷിക്കാം. ITIക്കാർക്ക് ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. ഇനിയും ഫീമെയിൽസിന് ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഒഡെപെക്കിൻ്റെ സൈറ്റിൽ വന്നാൽ തന്നെ മറ്റൊരു റിക്രൂട്ട്മെന്റ് ഇവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്. ഫ്രീ റിക്രൂട്ട്മെന്റ് ഓഫ് ഫീമെയിൽ റെസിഡന്റ് ടെക്നീഷ്യൻ ടു UAE തന്നെ ഫീമെയിൽസിനുള്ള അവസരമാണ്. 13-ാം തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷിക്കാം. 2,000 ദിറം, ഏകദേശം ഒരു 50,000 താഴെ ആയിരിക്കും പ്രതിമാസ ശമ്പളം. അപ്പം ITI അല്ലെങ്കിൽ ഡിപ്ലോമ, ഡിഗ്രി, BTech ഒക്കെ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കലിലൊക്കെ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. അപ്പോൾ ITI അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ BTech, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 1 year ആണ് എക്സ്പീരിയൻസ് ഇവിടെ ചോദിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. ഫീമെയിൽ റെസിഡന്റ് ടെക്നീഷ്യൻ ടു എ ഫേമസ് കമ്പനി ഇൻ UAE. അപ്പം ITI, ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ കഴിഞ്ഞവർക്ക് മിനിമം 1 year എക്സ്പീരിയൻസ് റെലവൻറ്റ് ഫീൽഡിൽ കാണണമെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 30 വയസ്സിൽ താഴെ ആയിരിക്കണം പ്രായം. 2,000 ദിറം ആയിരിക്കും പ്രതിമാസ ശമ്പളം. അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷനും ഒക്കെ കമ്പനി നൽകും. 8 മണിക്കൂർ ഡെയിലി വർക്ക് ചെയ്യേണ്ട, അങ്ങനെ 6 ദിവസം ആഴ്ചയിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാം. ഇതിന് നിങ്ങൾക്ക് 13-ാം തീയതിക്ക് മുമ്പായിട്ട് അപേക്ഷിക്കണം. അപ്പം ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ITI, ഡിപ്ലോമ അല്ലെ ഡിഗ്രി, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ കഴിഞ്ഞ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന ചില അവസരങ്ങളാണ്. ഇതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കൃത്യമായ കാര്യങ്ങൾ അതാത് കമ്പനികളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകുന്നുണ്ട്. അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഈ റിക്രൂട്ട്മെൻറ്റുകൾ മിക്കവാറും എല്ലാം തന്നെ സൗജന്യമാണ്. ആരെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാനായിട്ട്. ഏതായാലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തുള്ളൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന അതേപോലുള്ള തൊഴിൽ അവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകളൊക്കെ ഞങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഞാൻ മുമ്പ് സൂചിച്ച പോലെ ഈ വീഡിയോ കാണുന്ന പോലെ jobsbridge.com നമ്മുടെ ജോബ് സൈറ്റാണ്, അത് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.